ഡാലസിൽ 8-ാം മിനിറ്റിൽ ആരാധകരുടെ നെഞ്ചുലച്ചുകൊണ്ടാണ് ഫുട്ബോളിന്റെ മിശിക തുടങ്ങിയത്. പെനാൽറ്റി പാഴാക്കിയപ്പോൾ സ്ഥിരമായി ഇത്തരം അവസരങ്ങൾ കളഞ്ഞുകുളിക്കുന്ന ആളെന്ന വിളിപ്പേര് മെസ്സിക്ക് വീണ്ടും വന്നു. പക്ഷേ 38-ാം മിനിറ്റിൽ ആരാധകർക്ക് ആവേശമായി മെസ്സിയുടെ ഗോൾ പിറന്നു. പിന്നീട് ഇഞ്ചുറി ടൈമിൽ രണ്ടാമത്തെ ഗോളും. അങ്ങനെ തുടർച്ചയായ 2 ഗോളുകളിലൂടെ ഓസ്ട്രിയയെ തകർത്ത് അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് കടക്കുകയാണ്. 18 ഗോളുമായി ഏറ്റവും അധികം ലോകകപ്പ് ഗോളുകൾ നേടിയ ഖ്യാതി ഫുട്ബോളിന്റെ മിശിഹായ്ക്ക് സ്വന്തം. ആരാധകരെ ആവേശത്തിലാക്കിയ മെസ്സിയുടെ എല്ലാ കഴിവുകളും ആരാധകർ കണ്ട മത്സരം, ഫുട്ബോളിന്റെ മനോഹാരിത ഡാലസിലെ ആ സ്റ്റേഡിയത്തിൽ അങ്ങനെ നിറഞ്ഞു നിന്നു. മെസ്സിയുടെ ചിറകിൽ അർജന്റീന കുതിക്കുകയാണ്. എവിടെ വരെയാകും ആ കുതിപ്പ് എന്നുള്ളത് കാത്തിരിക്കുകയാണ് ആരാധകർ. തലക്കെട്ടുകൾ. ലോക ഫുട്ബോളിൽ അർജന്റീനയും ഫ്രാൻസും നോക്കൌട്ടിൽ. മെസ്സിയുടെ ഡബിളിൽ ഓസ്ട്രിയക്കെതിരെ അർജന്റീനയ്ക്ക് ജയം. ലോകകപ്പിൽ 18 ഗോളുമായി മെസ്സിക്ക് റെക്കോർഡ്. ഇറാഖിനെ 3 ഗോളിന് തകർത്ത ഫ്രാൻസ്. എംബാപ്പയ്ക്ക് ഡബിൾ. ആരോഗ്യവകുപ്പിലെ തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി ഇന്ന്. ഡയറക്ടറെ മാറ്റിയത് സ്റ്റേ ചെയ്തതിനെതിരായ സർക്കാർ ഹർജിയിൽ വിധി പറയും. ഡയറക്ടറുടെ മാറ്റം അടിയന്തര സാഹചര്യത്തിൽ നിന്ന് സർക്കാർ വാദം. ആലപ്പുഴയിലെ ഗൺമാന്മാരുടെ മർദ്ദനക്കേസിൽ അട്ടിമറി സ്ഥിരീകരിച്ച SIT ADGP MR അജിത് കുമാർ ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയതായി കണ്ടെത്തൽ. അജിത് കുമാറിനെതിരെ മൊഴി നൽകിയ ഉദ്യോഗസ്ഥർ. കണ്ണൂർ വാണിയപ്പാറ പള്ളിയിലെ ദ്രൂഹദിക്കാൻ പോലീസ്. 38-ാം നമ്പർ കല്ലറ ഉടൻ തുറക്കും. സിജോസ് കറിയയുടെ തിരോധാനത്തിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യും. കാഫിർ സ്ക്രീൻഷോട്ട് കേസിലെ പ്രതി ജിതിന്റെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം റിമാൻഡിലുള്ള ജിതിൻ ഭാസ്കർ എന്ന നിഗമനം. അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ. ലോക ഫുട്ബോളിൽ അർജന്റീനയുടെയും ഫ്രാൻസിന്റെയും ദിവസമായിരുന്നു ഇന്നലെ. നോക്കൌട്ടിൽ ഇരു ടീമുകളും കടക്കുന്നു. അതിലും പ്രധാനം മെസ്സി എന്ന അത്ഭുത താരത്തിന്റെ ഡബിളാണ്. ഓസ്ട്രിയക്കെതിരെ അർജന്റീന ജയിച്ചത് മെസ്സിയുടെ ബൂട്ടുകളിൽ പിറന്ന ഈ 2 ഗോളുകളിലാണ്. ലോകകപ്പിൽ 18 ഗോളുമായി മെസ്സിക്ക് റെക്കോർഡും നേട്ടവും ഉണ്ടായി. ഇറാഖിനെ 3 ഗോളിന് ഫ്രാൻസും തകർത്തു. എംബാപ്പയ്ക്കും ഡബിൾ ലഭിച്ചു. ഇതോടെ എംബാപ്പെ ലോകകപ്പിൽ ആകെ 16 ഗോളുമായി മെസ്സിക്ക് തൊട്ട് പിറകെയുണ്ട്. നമ്മൾ ആലോചിക്കണം, എംബാപ്പെ എന്ന താരം യുവതാരമാണ്. ഒരുപക്ഷെ 2-3 ലോകകപ്പ് കൂടി കളിക്കാൻ സാധ്യതയുള്ള താരം. മെസ്സിയുടെ അവസാന ലോകകപ്പാകും ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ തൊട്ടു പിന്നാലെ എംബാപ്പയും ഉണ്ട് മെസ്സിക്ക് പിന്നാലെ. വിവരങ്ങളുമായി എൽദോ പോൾ ചേരുന്നു. എൽദോ, നമുക്ക് ആദ്യം മെസ്സിയിലേക്ക് തന്നെ പോകണം. മെസ്സിയുടെ മാജിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഡാലസിൽ കണ്ടത്. ആദ്യമൊന്ന് ആരാധകരെ നിരാശപ്പെടുത്തി പെനാൽറ്റി പാഴാക്കുന്നതിലൂടെ. അങ്ങനെ പെനാൽറ്റി തുടർച്ചയായി പാഴാക്കുന്ന സൂപ്പർ താരം എന്ന പേരുദോഷം കൂടി വാങ്ങിയാണ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നത്. കരിയറിൽ 33 തവണയാണ് ലയണൽ മെസ്സി പെനാൽറ്റി പാഴാക്കിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ ലയണൽ മെസ്സിയോ നെയ്മറോ ക്രിസ്ത്യാനോ റൊണാൾഡോ 3 ഇതിഹാസങ്ങളാണല്ലോ സമകാലികർ. അപ്പോൾ ഇവർ 3 പേരിൽ പെനാൽറ്റി പാഴാക്കുന്നവരിൽ ശരിക്കും പറഞ്ഞാൽ മെസ്സി തന്നെയാണ് മുന്നിൽ. പക്ഷേ ആ പേര് വീണ്ടും വരുന്നു എന്ന് തോന്നിപ്പിച്ചു. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ആദ്യ മിനിറ്റുകളിൽ 8-ാം മിനിറ്റിലാണ് ആ പെനാൽറ്റി അത്തരത്തിൽ പാഴാക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യാവുന്നു. പക്ഷേ മെസ്സി ആ പെനാൽറ്റി കിക്ക് എടുത്ത ഒരു സ്റ്റാർട്ട് തന്നെ അതിൽ തന്നെ ഒരു കോൺഫിഡൻസ് കുറവ് തോന്നിയിരുന്നു. പക്ഷേ പിന്നീടുള്ള മെസ്സിയുടെ നീക്കങ്ങളിലും അത് നിഴലിക്കുകയും ചെയ്തു. മെസ്സിക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് ഇന്നലത്തെ മത്സരത്തിൽ, അൾജീരിയക്കെതിരെ മത്സരത്തിൽ വളരെ ശാന്തനായി കണ്ട മെസ്സി ആയിരുന്നില്ല ഇന്നലെ ഓസ്ട്രിയക്കെതിരെ കണ്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ലയണൽ മെസ്സി എന്നും ലയണൽ മെസ്സിയാണ്. അതുകൊണ്ടാണല്ലോ മെസ്സി മിശിഹായാവുന്നതും ഫുട്ബോളിലെ ദൈവമാവുന്നതും ഒക്കെ. അങ്ങനെ 38-ാം മിനിറ്റിൽ ലയണൽ മെസ്സി അദ്ദേഹത്തിൻ്റെ കരിയറിലെ 17ാമത്തെ ലോകകപ്പ് ഗോൾ സ്വന്തമാക്കി. ഈ 17ാമത്തെ ലോകകപ്പ് ഗോൾ സ്വന്തമാക്കിയപ്പോൾ മുതൽ മെസ്സി വീണ്ടും പഴയ ഫോമിലേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. പക്ഷേ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഓസ്ട്രിയയുടെ പ്രകടനം അത് ഗംഭീരമായിരുന്നു. ഓസ്ട്രിയ ലയണൽ മെസ്സിയെയും ഒപ്പം അർജന്റീനയുടെ മറ്റു ടീം അംഗങ്ങളെയും കാര്യമായി തുറന്നു കളിക്കാനുള്ള അവസരം നൽകാത്ത വിധത്തിൽ നന്നായി പ്രതിരോധിക്കാനുള്ള അവസരമൊരുക്കി. പക്ഷേ അവർക്ക് ഗോൾ അടിക്കാനുള്ള സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിൽ വലിയ താമസമുണ്ടായി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് ഗോൾ അടിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ അവരുടെ മുന്നേറ്റക്കാർക്കും മധ്യനിരക്കും കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ മത്സരം കുറച്ചുകൂടി ടൈറ്റ് ആകുമായിരുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെ ഏതാണ്ട് 1-0 എന്ന സ്കോർ കാർഡിൽ ഈ കളി അവസാനിക്കുന്നു എന്ന് തോന്നിപ്പിച്ച ഘട്ടത്തിലാണ് അവസാന മിനിറ്റുകളിലേക്ക് എത്തിയപ്പോൾ
ലയണൽ മെസ്സിയുടെ ഡബിൾ എത്തുന്നത്. ആദ്യ ഗോൾ ഈ 38ാമത്തെ മിനിറ്റിൽ ഒരു ടീം ഗോളാണ്. ആ ടീം ഗോൾ എന്ന് പറയുന്നത് ലയണൽ മെസ്സിക്ക് വേണ്ടി ആ സംഘം എല്ലാ കാലത്തും, അതായത് 2022 ഖത്തറിൽ നമ്മൾ കണ്ടു, ലയണൽ മെസ്സിയുടെ കാലുകളിലേക്ക് പന്തെത്തിക്കുക എന്നുള്ള ഒരു സ്ഥിരം നയമുണ്ടല്ലോ. ആ നയം തന്നെയായിരുന്നു ഇന്നലെ ഡാളസിലും കണ്ടത്. മെസ്സിയെ തേടിയായിരുന്നു ആ പന്തുകൾ മുഴുവൻ വരുന്നത്. അങ്ങനെ മെസ്സിയുടെ കാലിൽ ഒരു തളികയിൽ എന്ന മോണം ബോൾ നൽകിയാണ് മെസ്സി ആദ്യ ഗോൾ നേടിയതെങ്കിൽ, രണ്ടാമത്തെ ഗോൾ ലയണൽ മെസ്സിയുടെ ഒരു മികവ് കൂടി ചേർന്നിട്ടാണ്. ലയണൽ മെസ്സി റീബൗണ്ടായി എത്തിയ പന്ത് വളരെ ഭംഗിയായി ഫിനിഷ് ചെയ്തു. അവിടെ എവിടെ നിന്നോ ഓടിയെത്തിയ ഒരു മനുഷ്യൻ എന്നാണ് പറയാണ്ടി വരിക. അത്രമാത്രം മനോഹരമായി തന്നെ ലയണൽ മെസ്സി ആ ഇഞ്ചുറി ടൈമിൽ ആ ഗോൾ സ്വന്തമാക്കി. അങ്ങനെ തൻ്റെ കരിയറിലെ മറ്റൊരു ഡബിൾ സ്വന്തമാക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് ലോകകപ്പിൽ 18 ഗോളുകൾ എന്ന അപൂർവമായിട്ടുള്ള നേട്ടം. 17 ഗോൾ എത്തിയപ്പോൾ തന്നെ മിറോസ്ലാവ് ക്ലോസെ എന്ന ജർമ്മൻ താരത്തിൻ്റെ ഗോൾ വേട്ട ലോകകപ്പ് കരിയറിൽ മെസ്സി മറികടന്നു. അങ്ങനെ 2 ഗോളുകൾ കൂടി നേടിയാണ് ലയണൽ മെസ്സി ഓസ്ട്രേലിയക്കെതിരായിട്ടുള്ള അർജന്റീനയുടെ 3 പോയിന്റ് അത് ദൃഢമാക്കിയതും അർജന്റീനയുടെ ജയം അത് ഗംഭീരമാക്കിയതും. ഒരു ആദ്യ പകുതി കഴിഞ്ഞു. രണ്ടാം പകുതി ആരംഭിച്ചപ്പോൾ മുതൽ 45ാമത്തെ മിനിറ്റ് മുതൽ ഈ ഏറെക്കുറെ 90ാം മിനിറ്റ് വരെ അല്പം മങ്ങിയ താളത്തിലായിരുന്നു കളി. ഇതിനിടയിൽ മത്സരത്തിന്റെ ടെമ്പോ ഒന്ന് നിയന്ത്രിക്കാനൊക്കെ അർജന്റീന പലവട്ടം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അർജന്റീന അവസാനത്തെ ആ ഒരു 5 മിനിറ്റിൽ മനോഹരമായി തന്നെ ആക്രമിച്ച് കളിക്കാനും ലീഡ് ഉയർത്താനും ശ്രമിച്ചു. അതിനിടയിൽ ഒരുപാട് സബ്സ്റ്റിറ്റ്യൂഷനുകൾ ലയണൽ സ്കൗണി വരുത്തി. പക്ഷേ മെസ്സിയെ കളത്തിൽ തുടരാൻ തന്നെ നിർബന്ധിക്കുകയും അല്ലെങ്കിൽ തുടരാൻ തന്നെ അനുവദിക്കുകയും ചെയ്തു ലയണൽ സ്കൗണി. ഏറ്റവും ഒടുവിൽ അതിന് ഫലമുണ്ടാവുകയും ചെയ്യുന്നു. ലയണൽ മെസ്സിയുടെ ഗോളിലൂടെ അർജന്റീന 2-0 ജയം. അതും ഈ ലോകകപ്പിൽ 5 ഗോളുകളാണ് അർജന്റീന ഇതുവരെ നേടിയത്. 5 ഗോളും ആ ബൂട്ടിൽ നിന്നാണ് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ലയണൽ മെസ്സി ആരാധകർക്ക്. അർജന്റീനയുടെ പ്രകടനത്തെ കഴിഞ്ഞ മത്സരത്തിൽ വെച്ച് നോക്കുമ്പോൾ ആധികാരികമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അർജന്റീന ഡിഫൻസിൽ മികവുറ്റു നിന്നു, മധ്യനിരയിൽ നല്ലതായിരുന്നു. പക്ഷേ മുന്നേറ്റത്തിലെ ചില പാഴ്ചകൾ, പ്രത്യേകിച്ചും ലൗതാരോയ്ക്കും മെസ്സിക്കും പലപ്പോഴും അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഫിനിഷ് ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം. അത് ഏറ്റവും പ്രധാനം ഓസ്ട്രിയയുടെ ഡിഫൻസിങ് മികവാണ്, അവരുടെ പ്രതിരോധ മികവിലാണ് തട്ടിത്തെറിച്ചത് എന്നുള്ളത് ശരി തന്നെ. പക്ഷേങ്കിൽ പോലും ഓസ്ട്രേലിയക്കെതിരെ അല്പം ഒന്ന് ബുദ്ധിമുട്ടി അർജന്റീന മത്സരത്തിന്റെ പകുതി സമയത്ത്. പക്ഷേ ഏറ്റവും ഒടുവിൽ സ്കോർ കാർഡ് വരുമ്പോൾ 2-0 ജയം സ്വന്തമാക്കി ഓസ്ട്രേലിയക്കെതിരെ. തീർച്ചയായും എൽദോ, ഈ മെസ്സി എന്ന വടവൃക്ഷത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എംബാപ്പെ എന്ന മനുഷ്യനെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം എംബാപ്പെ തൊട്ടുപുറകെ ഉണ്ട്. 16 ഗോളുകളാണ്. ചെറിയ പ്രായമാണ്. 16 ഗോൾ എന്ന് വെച്ചാൽ എണ്ണം പറഞ്ഞ ഗോളുകൾ എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഗോളുകൾ ഇന്ന് എംബാപ്പയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഫ്രാൻസിന് അത് വലിയ നേട്ടമായി. ഫ്രാൻസും നോക്കൌട്ടിലേക്ക് എത്തുകയാണ്. മെസ്സിക്ക് പിറകെ എംബാപ്പെ എന്ന് വേണമെങ്കിൽ പറയാം. 27 വയസ്സ് മാത്രമാണ് കെലിയൻ എംബാപ്പയുടെ പ്രായം. അതായത് ലയണൽ മെസ്സിയുടെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് എംബാപ്പയ്ക്ക് 2 ലോകകപ്പുകൾ കൂടി ഇനി ബാക്കിയുണ്ട്, ഏറ്റവും ചുരുങ്ങിയത്. അപ്പോൾ ഉറപ്പായും ആ റെക്കോർഡ് നേട്ടത്തിലേക്ക് എംബാപ്പ എത്തരം സ്വാഭാവികമായിട്ടും ഉള്ള കളി പുറത്തെടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇഞ്ചുറികളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ലെങ്കിൽ. കാരണം അത്രമാത്രം ഗോൾ സ്കോറിംഗ് മികവുണ്ട് കിലിയൻ എംബാപ്പെ എന്ന ഫ്രഞ്ച് സ്ട്രൈക്കർക്ക്. ഒരു അനുപമമായിട്ടുള്ള രീതിയിലാണ് അദ്ദേഹം ഗോൾ വേട്ട തുടരുന്നത് എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ മെസ്സിയെ സൂചിപ്പിച്ച പോലെ തന്നെ ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങളിലും എംബാപ്പയുടെ ഗോൾ സ്കോറിംഗ് നമ്മൾ ആദ്യ മത്സരത്തിലും കണ്ടു. രണ്ടാം മത്സരത്തിലും എംബാപ്പയുടെ മികവ് തുടരുകയാണ്. കിലിയൻ എംബാപ്പെ 2 ഗോളുകളാണ് ഇറാഖിനെതിരെ സ്വന്തമാക്കിയത്. ബോൾ പൊസിഷനിലെല്ലാം ഫ്രാൻസ് തന്നെയായിരുന്നു മുമ്പിൽ. ഇറാഖ് കാര്യമായി അധ്വാനിച്ചുവെങ്കിൽ പോലും ഇറാഖിന് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സംഘമായിരുന്നില്ല ഫ്രാൻസ്. നിലവിലെ റണ്ണേഴ്സ് അപ്പ്. എന്താണെങ്കിലും 2 ഗോളുകൾ എംബാപ്പെ സ്കോർ ചെയ്തു. അത് ആദ്യത്തെ ഗോൾ 14ാമത്തെ മിനിറ്റിലാണ്. രണ്ടാമത്തെ ഗോൾ രണ്ടാം പകുതിയുടെ 9ാം മിനിറ്റ്, അതായത് 54ാം മിനിറ്റിലാണ് കിലിയൻ എംബാപ്പെ വീണ്ടും സ്കോർ ചെയ്യുന്നത്. ഔസ്മാൻ ഡെംബലെ 66ാം മിനിറ്റിലും സ്കോർ ചെയ്ത് ഫ്രാൻസിന് ലീഡ് 3-0 അങ്ങനെ ഫ്രാൻസിന്റെയും നോക്കൌട്ട് പ്രവേശനം കണ്ടു. അർജന്റീന നിലവിലെ ചാമ്പ്യന്മാർ, നിലവിലെ റണ്ണേഴ്സ് അപ്പ് രണ്ടുപേരും നോക്കൌട്ടിൽ എത്തിയിരിക്കുന്നു. റൗണ്ട് ഓഫ് 32ലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ലോകകപ്പ് ഒരു ദൈർഘ്യമേറിയ ടൂർണമെന്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ ഈ റൗണ്ട് ഓഫ് 32 കഴിഞ്ഞ് വേണം ഇനി പ്രീ ക്വാർട്ടറും സെമി ഫൈനലും ഒക്കെ വരാനായിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാലും 2 സൂപ്പർ താരങ്ങളുടെ ഒരു ഇതിഹാസം, ഒരു യുവതാരം, ആ 2 താരങ്ങളും കൊണ്ടുപോയി ഈ രാത്രി. തീർച്ചയായും എൽദോ, അതാണ് നമ്മൾ ഇന്ന് ഫുട്ബോൾ കളത്തിൽ കണ്ടത്. ആവേശകരമായ 2 മത്സരങ്ങൾ. DHS ഡോക്ടർ KJ റീനയുടെ സ്ഥലമാറ്റം തടഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ സർക്കാർ അപ്പീലിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. KJ റീനയുടെ ഡെപ്യൂട്ടേഷൻ കാലാവധി 2026 ഫെബ്രുവരിയിൽ തന്നെ അവസാനിച്ചതാണെന്നും കാലാവധി നീട്ടി നൽകിയിട്ടില്ലെന്നും സർക്കാർ വാദിച്ചു. റീനയുടെ സ്ഥലമാറ്റ ഉത്തരവ് സ്റ്റേ ചെയ്ത ട്രിബ്യൂണൽ ഉത്തരവിനെതിരായ അപ്പീലിൽ കോടതി നിലപാട്
സർക്കാരിനും നിർണായകമാണ്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, സർക്കാരും DHS തമ്മിലുള്ള പോര് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ചു നാളായി. ആരോഗ്യവകുപ്പ് പല വിഷയങ്ങളിലും ഉത്തരം പറയേണ്ട പശ്ചാത്തലം കൂടിയുണ്ട്. കസേരകളിക്ക് പോലും തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചു. കോടതി പറയും എന്താണ് എന്നുള്ളത്. അത് ആർക്ക് നേട്ടമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. രഞ്ജിത്ത്, ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീനയെ സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്ത കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഉത്തരവിനെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നലെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയാണ്. ഈ കേസിൽ ഇടക്കാല ഉത്തരവില്ല. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തന്നെ കേസ് പരിഗണിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. KJ റീനയെ സ്ഥലം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കോടതിയിൽ സർക്കാർ അഭിഭാഷകൻ PA മുഹമ്മദ് ഷാ അറിയിച്ചത് ഇങ്ങനെയാണ്. റീനയെ അതായത് തത്തുല്യമായിട്ടുള്ള മറ്റൊരു പോസ്റ്റിലേക്ക് തന്നെയാണ് മാറ്റിയിട്ടുള്ളത്. പകർച്ചവ്യാധി കാലഘട്ടത്തിൽ 15 ദിവസം ലീവ് എടുത്തു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് 15 ദിവസം ലീവിന് അപേക്ഷിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാട്ടിയാണ് റീനയെ മാറ്റിയതെന്നാണ് പ്രധാനമായും ഉത്തരവിൽ വ്യക്തമാക്കിയത്. അതേസമയം 2.5 ദിവസം മാത്രമാണ് താൻ ലീവിന് അപേക്ഷിച്ചെന്ന് റീന അതിനുള്ള മറുപടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ തന്നെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ ചുമതലയാണ് എറണാകുളത്തെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയുടെ ചുമതലയാണ് റീനയ്ക്ക് നൽകിക്കൊണ്ട് സ്ഥലം മാറ്റിയിട്ടുള്ളത്. ഈ ഉത്തരവിനെതിരെയാണ് റീന കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചതും അത് ഉത്തരവ്, അതായത് സർക്കാരിന്റെ ഉത്തരവ് റദ്ദ് ചെയ്യുന്ന നീക്കത്തിലേക്ക് പോയതുമായത്. എന്നാൽ കേസുമായി അതേ തുടർന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ, അതായത് ഈ ഉത്തരവ് റദ്ദ് ചെയ്ത നടപടിക്കെതിരെയാണ് സർക്കാർ ഹൈക്കോടതിയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ പരിശോധിക്കേണ്ടത് ട്രിബ്യൂണലാണ്. അതിൽ ഇടക്കാല ഉത്തരവിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ടോ എന്ന് മാത്രമേ പരിശോധിക്കാനുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച സാഹചര്യത്തിൽ ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രനും ജസ്റ്റിസ് മുരളീകൃഷ്ണയും വ്യക്തമാക്കിയത് എങ്ങനെയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ ഹർജി പരിഗണിക്കുക. ഇടക്കാല ഉത്തരവുണ്ടാവില്ല, വിധി പറയാനാണ് മാറ്റിയിരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ഈ വിഷയത്തിൽ ഇടപെടാൻ ഏറ്റവും പ്രധാനമായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തന്നെയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് കോടതി ഇന്നലെ പറഞ്ഞത്. അതിൽ ഇടപെടാൻ തങ്ങൾക്ക് അധികാരമുണ്ടോ എന്നത് പരിശോധിക്കുക മാത്രമാണ് ചെയ്യുക എന്നത് ജസ്റ്റിസുമാർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. അതായത് ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത് ട്രിബ്യൂണലാണ് എന്ന് തന്നെയാണ് കോടതിയുടെ ഒരു വിവക്ഷ എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു വാർത്ത, പ്രതിസന്ധിയിൽ നിന്ന് കരകയറാത്ത താരസംഘടന അമ്മ. മുതിർന്ന താരമായ മല്ലിക സുകുമാറിന് പിന്നാലെ അഡ്ഹോക് കമ്മിറ്റിയിലെ ആശ അരവിന്ദ് കൂടി രാജിവെച്ചത് സംഘടനയ്ക്ക് വലിയ ആഘാതമായി. ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ പോലും അമ്മ ഭാരവാഹികൾ തയ്യാറായില്ല. ആരോപണ വിധേയരായ കമ്മിറ്റിയിലെ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാകരുത് എന്ന അമ്മയിൽ അഭിപ്രായം ഉയർന്നിരുന്നു. അഡ്ഹോക് കമ്മിറ്റിയിൽ ശ്വേത പ്രസിഡന്റായിരുന്ന സമിതിയിലെ ഡോക്ടർ റോണിയും ഉൾപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഈ മാസം 26-ന് ശ്വേതയും ലക്ഷ്മിപ്രിയയും ഉൾപ്പെടെ മാധ്യമങ്ങളെ കാണും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, അമ്മയിലെ പൊട്ടിത്തെറി അവസാനിക്കുന്നില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ ഒരുപാട് സംഗതികൾ കണ്ടതാണ്. തുടർച്ചയായ രാജികളടക്കം സംഭവിക്കുകയാണ്. അഡ്ഹോക് കമ്മിറ്റി എപ്പോഴേക്ക് പ്രവർത്തനം ആരംഭിക്കും? അവർക്ക് മുന്നിൽ ഒരുപാട് കടമ്പകളുണ്ട്. തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. മറ്റേതൊക്കെ വിഷയങ്ങളിൽ ഇടപെടാനാണ് ഇപ്പോൾ അവരുടെ തീരുമാനം? രഞ്ജിത്ത്, ശ്വേത മേനോനും ലക്ഷ്മിപ്രിയയും ഉൾപ്പെടെയുള്ള ആളുകളെ 26 മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരുന്നത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്ഹോക് കമ്മിറ്റി ചുമതല ഏൽക്കും മുൻപ് തന്നെ മാധ്യമങ്ങളെ കാണുകയും കാര്യങ്ങൾ വിശദീകരിക്കാനുമുള്ള നീക്കമാണ് അമ്മയിൽ നിന്നും അറിയുന്നത്. അതായത് അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മാധ്യമങ്ങളെ കാണാനാണ് ശ്വേതയുടെയും ലക്ഷ്മിപ്രിയയുടെയും നീക്കം. കഴിഞ്ഞ ദിവസം തന്നെ ഈ ശ്വേത മേനോൻ രാജിയുമായി ബന്ധപ്പെട്ടാണ് അഡ്ഹോക് കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ആശ അരവിന്ദ് കൂടി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. അഡ്ഹോക് കമ്മിറ്റി ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ, അതായത് അമ്മ ചുമതലയേറ്റ ശേഷമുള്ള പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റ ശേഷമുള്ള കൃത്യമായ കണക്കുകൾ, സെപ്റ്റംബർ വരെയുള്ള കണക്കുകൾ തങ്ങളുടെ കൈവശമുണ്ട്. കഴിഞ്ഞ സെപ്റ്റംബർ മുതലുള്ള കണക്കുകൾ, ഈ ജൂൺ വരെയുള്ള കണക്കുകൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നുള്ള കാര്യത്തിൽ അവർക്ക് വ്യക്തതയുണ്ട്. അത് മാത്രമല്ല, കൃത്യമായി അവരെടുത്തു പറയുന്നുണ്ട് മുൻപത്തെ ഭരണസമിതി, അത് പ്രത്യേകിച്ചും ബാബുരാജ് നയിച്ചിരുന്ന ഭരണസമിതിക്ക് ബാബുരാജ് ഖജാൻജി ആയിരുന്ന സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന കണക്കുകളാണ് വളരെ കൃത്യമായിട്ട് അവർക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. അതിൽ ചിലത് ടാലി ആവാനുണ്ട്. ആ കാര്യത്തിൽ ചില
കാര്യങ്ങൾ വ്യക്തത വരാനുണ്ട് എന്ന് തന്നെയാണ് ലക്ഷ്മിപ്രിയയും ശ്വേതയും ആവർത്തിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത്. അങ്ങനെയാണ്. എന്തായാലും അമ്മയിലെ പ്രതിസന്ധി തുടരുകയാണ്. ഈ അഡ്ഹോക് കമ്മിറ്റി അടിയന്തരമായി തന്നെ രമേശ് പിഷാരടി അധ്യക്ഷനായുള്ള അഡ്ഹോക് കമ്മിറ്റി ഇന്നലെ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുത്തെങ്കിൽ പോലും ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ അമ്മ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പറയാൻ. മല്ലിക സുകുമാരന് പിന്നാലെയാണ് ആശാരവിന്ദ് കൂടി രാജിവെച്ചിരുന്ന സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും അത് കൂടി ഒരു ആഘാതമായിട്ട് അമ്മ സംഘടനയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി നയിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റു ഭാരവാഹികൾ ആരും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും 26 ശ്വേത മേനോനിലെ ലക്ഷ്മിപ്രിയയും മാധ്യമങ്ങളെ കാണും. കൂടുതൽ വെളിപ്പെടുത്തലുകൾ ആ സമയത്ത് ഉണ്ടാകുമെന്നാണ് വ്യക്തമാക്കുന്നത്. ഇനി അതായത് അഡ്ഹോക് കമ്മിറ്റിയിൽ ഈ ആരോപണ വിധേയരായ ആരും അഡ്ഹോക് കമ്മിറ്റിയിൽ ഉണ്ടാവരുത് എന്നുള്ള ആവശ്യമാണ് പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അഭിപ്രായവും ഈ തീരുമാനവും ശ്വേതാമേനുള്ള പരോക്ഷ പിന്തുണയുമാണ് നേരത്തെ ആശ അരവിന്ദ് രാജിവെക്കേണ്ട സാഹചര്യമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി, ഇന്നലെ മുതൽ ഇന്നലെ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വലിയൊരു സംഭവമാണ്. കേരളത്തെ ഞെട്ടിപ്പിച്ച ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന കണ്ണൂർ വാണിയപ്പാറ ഉണ്ണിയേശു പള്ളിയിലെ 38-ാം നമ്പർ കല്ലറയിലെ ദുരൂഹത. ഈ ദുരൂഹത മാറ്റാൻ ഇപ്പോൾ പോലീസ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. കേസ് രജിസ്റ്റർ ചെയ്തു, കല്ലറയ്ക്ക് പോലീസ് കാവൽ ഏർപ്പെടുത്തി. ഉടൻ കല്ലറ തുറക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. അതിന് RDOയുടെ അനുമതി വേണം, നിയമപരമായ അനുമതി വേണം. കാരണം നിയമപരമായ ഒരുപാട് വിഷയങ്ങൾ കിടക്കുന്ന ഒരു കാര്യമാണ്. 2006-ലും 2015-ലും ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. മൂന്നാമതൊരു മൃതദേഹം കൂടി ഉണ്ട് എന്നാണ് ഇപ്പോൾ സംശയം ഉയർന്നിരിക്കുന്നത്. ഇതിനിടയിൽ സിജോസ് കറിയയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. പ്രേക്ഷകർ മനസ്സിലാക്കണം, ഇത് ഒരു പൊതു കല്ലറയാണ്, കുടുംബ കല്ലറയല്ല. അത്തരത്തിൽ മറ്റൊരു മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി ഈ കല്ലറ തുറന്നപ്പോഴാണ് ഇത്തരമൊരു സംശയം ഉയരുകയും മൂന്നാമതൊരു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിക്കുകയും ചെയ്ത് ഇതിപ്പോൾ അവിടെ സമീപത്ത് കാണാതായ 2020-ൽ കാണാതായ ഒരാളുടെ മൃതദേഹമാണെന്ന സംശയമാണ് ബന്ധുക്കൾ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ സംശയം നിവാരണം നടത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് വളരെ കൃത്യമായ അനാസ്ഥയുണ്ട്. ഇങ്ങനെയൊരു സംഗതി വരുമ്പോൾ, സംശയം ഉയരുമ്പോൾ അന്വേഷണം നടത്തേണ്ട സംവിധാനമാണ് പോലീസ്. അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഏറ്റവും ഒടുവിൽ ബൈജു അടക്കം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ഉണർന്നിരിക്കുന്നത്. കുടുംബത്തിൻ്റെയും പള്ളി വികാരിയുടെയും നാട്ടുകാരുടെയും ഒക്കെ പരാതിയുമുണ്ട്. എപ്പോഴത്തേക്ക് കല്ലറ തുറക്കും ബൈജു? രഞ്ജിത്തെ, ഇന്ന് തന്നെ തുറക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിൽ സാങ്കേതികപരമായ ചില അനുമതികൾ കിട്ടാനുണ്ട്. കലക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. RDOയുടെ അനുമതി വേണം, അതോടൊപ്പം RDOയുടെ സാന്നിധ്യം കൂടി വേണം. അത്തരം സാങ്കേതിക നടപടികൾ പൂർത്തിയായാൽ ഉടൻ തന്നെ ഈ കല്ലറ തുറക്കും. അതായത് 10 ദിവസത്തിലേറെയായി ഒരു നാടിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കല്ലറ, 38-ാം നമ്പർ കല്ലറ, അത് ഇന്ന് തുറന്ന് പരിശോധിക്കും. അതായത് 2 മൃതദേഹങ്ങളാണ് ഈ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കല്ലറയിൽ അടക്കിയിട്ടുള്ളത്. അത് 2006-ൽ ഒരു വയോധികയുടേതാണ്, മറിയ എന്ന് പറയുന്ന. 2015-ൽ ഏറ്റവും ഒടുവിലായി ജെയിംസ്. ഇങ്ങനെ 2 പേരുടെ മൃതദേഹങ്ങളാണ് ഈ കല്ലറയിൽ അടക്കം ചെയ്തിട്ടുള്ളത്. മൂന്നാമതൊരു മൃതദേഹം കൂടി ഇതിലുണ്ട് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. അതായത് പ്ലാസ്റ്റിക് പായിൽ പൊതിഞ്ഞ ആ ഒരു 13-ാം തീയതി, കൃത്യമായി പറഞ്ഞാൽ 13-ാം തീയതിയാണ് ഇവിടെ മറ്റൊരു മൃതദേഹം അടക്കാൻ 38-ാം നമ്പർ കല്ലറ വിട്ടുകൊടുക്കുന്നത്. ഇത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പൊതു കല്ലറയാണ്, കുടുംബ കല്ലറയല്ല. അവിടെ അങ്ങനെ വിട്ടുകൊടുക്കുന്നു. അവർ അവിടെ എത്തി ഇത് തുറന്നു നോക്കുമ്പോഴാണ് ഇതിൽ ദുരൂഹ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് പായിൽ വലിച്ചു കെട്ടിയ രീതിയിൽ ഒരു മൃതദേഹം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വസ്തു കാണുന്നത്. പിന്നീട് അത് വലിയ തോതിലുള്ള ചർച്ചയായി, വലിയ തോതിലുള്ള ആശങ്കയായി, ദുരൂഹതയായി തുടർച്ചയായി വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ പോലീസ് വന്ന് പരിശോധിച്ച് അത് കേസ് ക്ലോസ് ചെയ്യുന്നു. ദുരൂഹതയില്ല. അവരുടെ രജിസ്റ്റർ പരിശോധിച്ചതിൽ 2 മൃതദേഹങ്ങൾ അടക്കം ചെയ്തു. ആ 2 മൃതദേഹങ്ങളാണെന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും പള്ളി വികാരിയും ഇടവക അംഗങ്ങളും പള്ളി കമ്മിറ്റിയും ഒക്കെ വലിയ തോതിൽ ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഫാദർ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു സംഭവം, ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എനിക്കിവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലും പോലീസ് അനങ്ങിയില്ല. ഏറ്റവും ഒടുവിലായി ന്യൂസ് 18 പുറത്തുവിടുന്ന ആ വാർത്ത കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ്. ന്യൂസ് 18 സിജോസ് കറിയ എന്ന് പറയുന്ന കോഴിക്കോട് കുറ്റ്യാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇയാൾ ഇവിടെ വിവാഹം കഴിഞ്ഞെത്തിയതാണ്. വാണിയപ്പാറയിൽ വിവാഹം കഴിഞ്ഞെത്തിയതാണ്. ഇദ്ദേഹം സ്വന്തം വീട്ടിൽ പിണങ്ങി
കുറെ വർഷം അവരുടെ ബന്ധമുണ്ടായിരുന്നില്ല. ഇയാളെ കാണാതായതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമ്മൾ നൽകുന്നത്. ഇതേ തുടർന്ന് ഇവരുടെ ബന്ധുക്കൾ രംഗത്തെത്തുന്നു. അവർ DGPക്ക് പരാതി നൽകുന്നു, ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകുന്നു. അങ്ങനെ പോലീസ് സംവിധാനം ഉണർന്നു പ്രവർത്തിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കണ്ണൂർ അതുപോലെ തന്നെ കോഴിക്കോട് 2 ജില്ലകളിലെ റൂറൽ SP-മാർക്കാണ് ചുമതല. വലിയ സന്നാഹത്തോടുകൂടി ഈ കല്ലറ തുറന്ന് ആ പ്ലാസ്റ്റിക് പായൽ ഉള്ളത് എന്താണ് അത് തുറന്ന് പരിശോധിക്കും. അതാണ് ഇന്ന് ഏറ്റവും പ്രധാനം. അതിൽ മൃതദേഹമാണെങ്കിൽ അത് ആരുടെ മൃതദേഹം, അത് എങ്ങനെ അവിടെ എത്തി, ഇത്തരം ഒരുപാട് ചോദ്യങ്ങളുണ്ട്. DNA പരിശോധന നടത്തേണ്ടി വരും. ഏതായാലും മൃതദേഹമാണെന്ന് ഇപ്പോൾ പോലീസും സംശയിക്കുന്നുണ്ട്. കാരണം ഇന്നലെ പോലീസ് നൽകിയ ബൈറ്റിൽ അത് പറയുന്നുണ്ട്. അവർ പറയുന്നത് ഇതൊരു മൃതദേഹമാണോ എന്ന് സംശയമുണ്ട്. തുടക്കത്തിൽ മൃതദേഹമല്ല എന്ന് പറഞ്ഞ്, ദുരൂഹതയില്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ കരിക്കോട്ടകരി ധൃതി കാണിച്ച ഒരു കേസാണ്. ആ സംഭവത്തിലാണ് ഇപ്പോൾ ചുരുളഴിയാൻ പോകുന്നത്. എന്തായാലും ഇടവക അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവരെ മാനസികമായും വലിയ തോതിൽ നാടിനെ മുഴുവൻ പറയിക്കുന്ന രീതിയിൽ ഈ ഒരു സംഭവം മാറി. അതിന് വലിയൊരു ഉത്തരവാദി പോലീസ് തന്നെയാണ്. കാരണം ഇത് തുടക്കത്തിൽ തന്നെ പരാതി നൽകിയ ഒരു കേസാണ്. പക്ഷേ പോലീസ് അനങ്ങിയില്ല. പോലീസ് പ്രാഥമികമായ രേഖകൾ മാത്രം പരിശോധിച്ച് ഇത് 2 മൃതദേഹങ്ങളാണെന്ന് സ്ഥിരീകരിച്ച് ഈ കേസ് ക്ലോസ് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് സിജോയുടെ തിരോധാനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. 2014 ഇയാൾ ഇവിടെ വരുന്നു. 2020-21 കാലഘട്ടങ്ങളിൽ വീട്ടുകാർ ഇയാളെ പറ്റി വിവരങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ പരാതി നൽകുന്നു. പക്ഷേ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സിജോ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ സാധിച്ചില്ല. കേസ് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിനാണ് ഇങ്ങനൊരു വഴിത്തിരിവ് ഉണ്ടായത്. ഏതായാലും സിജോയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട തുമ്പ്, ആ കേസിൽ തുമ്പുണ്ടാകുമോ, ഈ കല്ലറയിൽ അകത്തുള്ള വസ്തു അതെന്താണ്, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു നാട് ഒന്നാകെ, വാണിയംപാറ എന്ന് പറയുന്ന നാടൊന്നാകെ വളരെ സമാധാനത്തോടെ സന്തോഷത്തോടെ കഴിയുന്ന ഒരു നാട്, സെമിത്തേരിയിലെ 38-ാം നമ്പർ കല്ലറ, ആ കല്ലറയിൽ കണ്ട വസ്തു ഇതേ തുടർന്ന് വലിയ തോതിൽ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്. കാരണം ഈ ഒരു ഫോട്ടോ കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, പ്ലാസ്റ്റിക് പായയിൽ അങ്ങേയറ്റം ആ രീതിയിലുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഒരു വലിയ പഴക്കമൊന്നുമില്ല. ഒരു 4-5 വലിയ വെല്ലുവിളിയാണ്. മറ്റൊരു മൃതദേഹമാണെങ്കിൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. കാരണം ഇത്ര വർഷമായി ഈ സംഗതി നടന്നിട്ട്. അന്ന് തന്നെ ഈ കൊലപാതകം കാണാതായ സമയത്ത് തന്നെ ഒരുപക്ഷെ കൊലപാതകം നടന്നിരിക്കണം അതിനാണ് സാധ്യതയുള്ളത്. ആ സമയത്ത് തന്നെ കല്ലറയിലേക്ക് ഈ മൃതദേഹം എത്തിച്ചിട്ടുണ്ടാകും. അതിനിപ്പോൾ ഒരാളായിരിക്കില്ല, നിരവധി ആളുകളുടെ സഹായം വേണം. അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു കേസ് കൂടിയായി ഇത് മാറുകയാണ്. ഒരുപാട് തലങ്ങളിലുള്ള അന്വേഷണം കൂടി വേണ്ടിവരും. ബൈജു, തീർച്ചയായും ഒരു സംശയമില്ല രഞ്ജിത്ത്. കാരണം ഇതിൽ DNA പരിശോധന ആദ്യമായി, ഇതിൽ മൃതദേഹമാണെങ്കിൽ DNA പരിശോധന നടത്തണം. ആ DNA പരിശോധന ഈ സിജോയുടെ നേരത്തെ തന്നെ കുടുംബാംഗങ്ങളുടെ DNA ടെസ്റ്റിനായി ഇത്തരം വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരുന്നു. അതുമായി ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കണം. അങ്ങനെ സിജോ ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തരത്തിൽ സിജോനെ ഇങ്ങനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത് തുടങ്ങിയ അന്വേഷണം ഒക്കെ നടക്കേണ്ടി വരും. ഇതിൽ ഇവരുടെ സഹോദരി ബിനോയാണ് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നയാൾ. ഇദ്ദേഹത്തെ നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറയുന്നത് അത് തന്നെയാണ്. എനിക്കും ഈ ഒരു സംഭവത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ബിനോയ് എന്ന് പറയുന്ന ഈ മനുഷ്യനുമുണ്ട്. ഇദ്ദേഹത്തെ പോലീസ് നേരത്തെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് കൂടുതൽ പേരുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. ഇന്നലെയാണ് വലിയ തോതിലുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുന്നതും പള്ളി വികാരിയുമായി ചർച്ച നടത്തുന്നതും. ഇന്നലെയാണ് ഇതിലൊരു കേസ് രജിസ്റ്റർ ചെയ്തതെന്ന് ഓർക്കണം. കാരണം 11 ദിവസത്തിലധികമായി ഈ ഒരു സംഭവം നടന്നിട്ട് പോലീസ് പലതവണ ഇവിടെ എത്തി പരിശോധന നടത്തിയാണ്. പക്ഷേ വലിയ തോതിൽ ഒരു സമ്മർദ്ദമുണ്ടായി, നിരന്തരം വാർത്തകൾ വരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഇതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അത്രത്തോളം കാലതാമസമുണ്ടായി. ഇത് പള്ളി സ്വാഭാവികമായും ആവശ്യപ്പെട്ടത് ഈ പ്ലാസ്റ്റിക് തുറന്ന് ഇതിലൊരു പരിശോധന നടത്തണമെന്ന്. പക്ഷേ അതിന് പോലീസ് തയ്യാറായില്ല എന്നാണ് ഏറ്റവും പ്രധാനം. വളരെ കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് വരട്ടെ. എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ബോധ്യപ്പെടട്ടെ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാരുടെ മർദ്ദന കേസിൽ അട്ടിമറി സ്ഥിരീകരിച്ച് SIT. ADGP MR അജിത് കുമാർ ആദ്യഘട്ടത്തിൽ അന്വേഷണ റിപ്പോർട്ട് തിരുത്തിയെന്നും സ്ഥിരീകരണം. കേസ് അന്വേഷണം അട്ടിമറിച്ചതിൽ ADGPയുടെ പങ്ക് ശരിവെക്കുന്നതാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് കൈമാറി. കേസിൽ അജിത് കുമാറിനെതിരായ സർക്കാർ നീക്കം നിർണായകമാണ്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ഡാന്, കോടതിയുടെ പരിഗണനയിലുള്ള കേസ് നമുക്കറിയാം, ഗൺമാന്മാർക്കടക്കം ജാമ്യം നൽകിയിരുന്നു, മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. പക്ഷേ അപ്പോഴും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അജിത് കുമാറിനെതിരെ അടക്കം ഡിപ്പാർട്ട്മെന്റ് തല നടപടിയിലേക്ക് എത്തുമോ സർക്കാർ?
കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് SITയുടെ അന്വേഷണ റിപ്പോർട്ട്, അന്തിമ റിപ്പോർട്ട് കൈമാറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായി എടുത്തു പറയുന്നത് ചട്ടവിരുദ്ധവും കുറ്റകരവുമായ പ്രവർത്തികളാണ് 5 ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, മുൻ മുഖ്യമന്ത്രിയുടെ 5 ഗൺമാൻമാരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിന് ഒരു തരത്തിലും പ്രതിരോധ നടപടിയായി ന്യായീകരിക്കാനാവില്ല എന്ന കൃത്യമായ പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് വിവരം. അതോടൊപ്പം ഈ ആദ്യ അന്വേഷണ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട്, അതിൽ ഭേദഗതികൾ വരുത്താൻ ക്രമവിരുദ്ധമായ ഇടപെടൽ ADGP MR അജിത് കുമാർ നേരിട്ട് നടത്തിയിട്ടുണ്ട് എന്ന ഒരു ഗുരുതരമായ പരാമർശം കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ആകെ ഈ ഇരകളായ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം 20 പേരിൽ നിന്നാണ് 20ഓളം പേരിൽ നിന്നാണ് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ നിലനിൽക്കും എന്ന വിലയിരുത്തലാണ് SITയുടെ ഭാഗത്തുനിന്ന് കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാറിനെതിരെ ഏത് തരത്തിലുള്ള തുടർ നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകും? ആഭ്യന്തര വകുപ്പ് അതിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഏത് തരത്തിലായിരിക്കും? അതൊരു കേവലം ഒരു ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കില്ല. അതിന്റെ പ്രതിഫലനങ്ങൾ, അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായും അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. അതോടൊപ്പം ഈ പ്രാഥമികമായി 5 പോലീസ് ഉദ്യോഗസ്ഥർ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ്മാരായിരുന്നവരെ ഉൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് സർവീസിൽ നിന്ന്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തുടർ നടപടികൾ അവർക്കെതിരെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും വിശദമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഈ റിപ്പോർട്ട് കൈമാറും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും MR അജിത് കുമാറിന്റെ ഭാവി എന്തായിരിക്കുമെന്ന കാര്യത്തിലടക്കം നിർണായകമായ തീരുമാനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുക. ശരി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിയായ ജിതിന്റെ ജാമ്യാപേക്ഷ വടകര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. അതേസമയം കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം ഇപ്പോൾ റിമാൻഡിലുള്ള ജിതിൻ ഭാസ്കർ തന്നെയെന്ന നിഗമനത്തിലാണ് പ്രത്യേക സംഘം. 2 ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തതിൽ നിന്നും നിർണായക വിവരങ്ങൾ SIT കിട്ടിയിട്ടുണ്ട്. റിമേഷ് രാമകൃഷ്ണനെയും വിവിധ ഗ്രൂപ്പ് അഡ്മിന്മാരെയും ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മൊഴിയിലെ വിവരങ്ങൾ വെച്ചാണ് നിതിനെ ചോദ്യം ചെയ്തത്. വടകര സ്ക്വാഡ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ് സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഷാഫി പറമ്പലിനെതിരെ പ്രയോഗിക്കാനുള്ള ആയുധമായാണ് സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. മദ്യനികുതി വിവാദത്തിൽ സർക്കാരിന് വെല്ലുവിളിയായി ക്രൈസ്തവ സഭകളുടെ നിലപാട്. മദ്യലഭ്യത കൂട്ടുന്ന നടപടിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് വിവിധ സഭാ നേതൃത്വങ്ങൾ നിലപാടെടുക്കുന്നത്. ഇതേ വിഷയത്തിൽ PM സുധീരനും സർക്കാരിനെ എതിർപ്പറിയിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ശ്രീജിത്ത്, ക്രൈസ്തവ സഭകൾ ഇന്നലെ മുഖപ്രസംഗം അടക്കം എഴുതിയാണ് വിവിധ സഭകൾ സർക്കാരിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നത്. മദ്യവർജനം എന്നുള്ളതിൽ നിന്ന് നിലപാട് മാറ്റുന്നു എന്നുള്ളതാണ്. കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പോകുമോ ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, അങ്ങനെ വേണം കരുതാൻ. ഇന്നലെ ഓർത്തഡോക്സ് സഭയൊക്കെ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ്, KCBC മദ്യവിരുദ്ധ സമിതി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പുകൾ പരിശോധിച്ചാൽ അതിശക്തമായ വിമർശനമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ജനകീയ സർക്കാരിനെ ഇങ്ങനെ ജനങ്ങൾ അധികാരത്തിലെത്തിയത് ഇങ്ങനെ മദ്യം വ്യാപകമാക്കാനല്ല എന്ന വിമർശനമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് വീര്യം കുറഞ്ഞ മദ്യം എന്ന നിലയിൽ ന്യായീകരിക്കാൻ കഴിയില്ല. ഈ കൂടിയ വിഷം കുറഞ്ഞ വിഷം എന്നില്ല. അതുപോലെ തന്നെയാണ് ലഹരി കൂടിയത് കുറഞ്ഞത് എന്ന ന്യായീകരണം അംഗീകരിക്കാൻ ആവില്ല. ഇതിൽ നിന്ന് പിൻവാങ്ങണമെന്നാണ് ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിൽ കൊണ്ടുവരുന്നതിൽ സഭകൾ വലിയ നിർണായകമായ പങ്ക് വഹിച്ചതാണ്. ഓർത്തഡോക്സ് സഭയൊക്കെ ആണെങ്കിൽ സർക്കാർ പിന്നീടെടുത്ത പ്രിയദർശിനി സൗജന്യ യാത്രയെയും മറ്റു വയോജന വകുപ്പിനെയൊക്കെ കാര്യമായി പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നതുമാണ്. ഇതിന് തൊട്ട് പിന്നാലെയാണ് 1 മാസം കഴിയുമ്പോൾ തന്നെ സർക്കാരിനെ വിമർശിക്കേണ്ട ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വ്യാപകമായ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ സർക്കാർ ഇനി എന്ത് തുടർ നടപടിയാണ് സ്വീകരിക്കുക എന്നതാണ് കാത്തിരിക്കുന്ന കാണേണ്ടത്. അതുകൂടി മനസ്സിലാക്കിയാലായിരിക്കും ഒരുപക്ഷെ സഭകളുടെ തുടർന്നുള്ള നിലപാട് എന്താകും എന്ന് അറിയാൻ സാധിക്കുക. രഞ്ജിത്ത്, ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവച്ചു. നടൻ മധുവും സംവിധായകനും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയും ഓപ്പറേഷൻ തൂഫാൻ പ്രചാരകരാകും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇരുവരുടെയും വീടുകളിൽ നേരിട്ടെത്തിയാണ് തൂഫാൻ വാരിയർ ബാഡ്ജ് നൽകി ആദരിച്ചത്. യുവതലമുറയെ ബാധിക്കുന്ന ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് വേദനിച്ചിരുന്ന തനിക്ക് പൊതുമണ്ഡലത്തിൽ അതിനെതിരെ നിലപാട് സ്വീകരിക്കാൻ ഇപ്പോൾ അവസരം ലഭിച്ചെന്ന് നടൻ മധു പറഞ്ഞു.
വളരെ സന്തോഷമുണ്ട് ഇക്കാര്യത്തിൽ. കാരണം എനിക്ക് പുറത്തിറങ്ങി നടന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ടും ഇതിൽ പങ്കെടുക്കാനും ജോയിൻ ചെയ്യാനും സാധിക്കുന്നത് എൻ്റെ ഒരു ഭാഗ്യമാണ്. ഇത് ഇവിടെ ഇരുന്നിട്ട് വരെ വരുന്ന ആളുകളെടുത്ത് ഈ കുട്ടികളുടെ യങ്സ്റ്റേഴ്സിൻ്റെ ചെറുപ്പക്കാരുടെ ഈ ഡ്രഗിനെ ഉപയോഗത്തിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാനും അത് കേട്ടിട്ട് സങ്കടപ്പെടാനും സംസാരിക്കാനും കഴിയുമെന്നുള്ളതല്ലാതെ ഒരു പബ്ലിക്കായിട്ട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ എനിക്കൊരു അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. അതിപ്പോഴാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ എന്നാലാവുന്നത് ഇവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നു. ലഹരിക്കെതിരെ സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് ശ്രീകുമാരൻ തമ്പിയും വ്യക്തമാക്കി. സമൂഹം ബഹുമാനിക്കുന്ന ഉജ്ജ്വല വ്യക്തിത്വങ്ങളെ ഈ കർമ്മപദ്ധതിയുടെ ഭാഗമാക്കുന്നതിലൂടെ ലഹരി വിരുദ്ധ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ാണ് ആദ്യത്തെ തുഫാൻ വാരിയർ. ഇപ്പം മലയാള സിനിമയുടെ കുലപതിയാണ് മധുസാറിനെ ഞങ്ങൾ കണ്ട് അദ്ദേഹത്തെ തുഫാൻ വാരിയറായി ഇന്ന് മാറ്റിയിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലുള്ളവരെയും ഞങ്ങൾ തുഫാൻ വാരിയറാക്കുകയാണ്. കാരണം അവരെല്ലാവരും കൂടി ചേർന്നാലേ നമുക്ക് ഈ മഹാവിപത്തിനെ തടയാൻ കഴിയുള്ളൂ. അടുത്ത ഞങ്ങൾ ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ വീട്ടിലോട്ട് പോവാണ്. അദ്ദേഹത്തെ തുഫാൻ വാരിയറാക്കുകയാണ്. അപ്പം മതനേതാക്കൾ, രാഷ്ട്രീയ നേതാക്കൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലുള്ള ആളുകളും, സാധാരണ തൊഴിലാളികൾ, പാവപ്പെട്ടവർ, അവരെല്ലാം ഞങ്ങൾ തുഫാൻ വാരിയറാക്കുകയാണ്. നമുക്കിനി പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിലേക്ക് ഒന്ന് പോകണം. അമേരിക്ക ഇറാൻ സമാധാന ചർച്ചയിലും ഉരസൽ. ഒരു ഘട്ടത്തിൽ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇറാൻ പ്രതിനിധികൾ തുനിഞ്ഞു. ചർച്ച നടക്കുന്നതിനിടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ പ്രഖ്യാപിച്ചതാണ് ഇറാനെ പ്രകോപിപ്പിച്ചത്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇറങ്ങിപ്പോകാൻ ഒരുങ്ങി, പക്ഷേ ഇറങ്ങിപ്പോയി എന്നാണ് വാർത്തകൾ വന്നത്. പക്ഷേ അമേരിക്ക അത് പൂർണ്ണമായി നിഷേധിക്കുന്നുണ്ട്. ജെ ഡി വാൻസ് പറയുന്നത് അങ്ങനെ ചില പ്രകോപനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് അങ്ങനെ സംഭവിച്ചില്ല എന്നാണ്. ഒപ്പം വളരെ കൃത്യമായ മറുപടിയും നൽകുന്ന സാഹചര്യം ഒരുങ്ങി. എന്താണ് വിനോദ് യഥാർത്ഥം സംഭവിച്ചത്? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസത്തെ സമാധാന ചർച്ചയിലും നാടകീയമായ രംഗങ്ങൾ ഉണ്ടായി എന്നത് തന്നെയാണ്. കാരണം ഇത് ഒരു പരിധി കഴിയുമ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലോടുകൂടി ചർച്ചയിലേക്ക് പോയത്. പക്ഷേ അങ്ങനെ ഒരു ചർച്ച നടക്കുമ്പോൾ തന്നെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ട്രംപ് ഈ ചർച്ച നടക്കുന്ന സമയത്ത് തന്നെ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു എന്നതാണ്. ഈ പ്രഖ്യാപനങ്ങൾ അദ്ദേഹം ട്രൂത്ത് സോഷ്യൽ വഴി പുറത്തുവിട്ടു. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അത് പ്രചരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതെല്ലാം തന്നെ ചർച്ച നടക്കുന്ന സമയത്തായിരുന്നു. ഖാലിബാഫ് ഇറാൻ്റെ സ്പീക്കറാണ്. അദ്ദേഹവും അരഗാച്ചി വിദേശകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ് ഇറാൻ സംഘത്തിലുണ്ടായിരുന്നത്. ഈ സംഘം ചർച്ച അവസാനിപ്പിച്ച് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി തയ്യാറായി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ ജെ ഡി വാൻസ്, രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രകോപനം ഉണ്ടായതോടുകൂടി, അല്ലെങ്കിൽ അങ്ങനെ ഇറങ്ങിപ്പോകാനുള്ള തീരുമാനമുണ്ടായതോടുകൂടി വാൻസ് ഉൾപ്പെടെയുള്ളവർ ആ വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. മാത്രമല്ല, ചില ആളുകൾ ഉത്തരവാദിത്തമില്ലാതെ സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ബാധ്യത ട്രംപിനുണ്ട്. അതാണ് അദ്ദേഹം നടത്തുന്നത് എന്ന കാര്യം ആ തരത്തിൽ ചർച്ചയായി അവിടെ ഉന്നയിക്കുകയും തുടർന്ന് ആ പ്രശ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പക്ഷേ ഇപ്പോഴും ഈ 60 ദിവസത്തെ സമാധാനത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ചർച്ച അത് എത്രമാത്രം ഫലപ്രദമാകും എന്ന കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഹോർമുസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സമാധാനം വന്നു, അവിടെ വീണ്ടും ഇറാൻ അടയ്ക്കുന്നൊരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴും കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇനിയും ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമോ, അല്ലെങ്കിൽ ഇസ്രായേൽ തിരികെ ലെബനനിലേക്ക് ആക്രമണം നടത്തുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. സമാധാന ചർച്ചയും അത്ര കണ്ട് ശുഭകരമായ അല്ല അവസാനിച്ചതെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, ശരി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട്. നാളെ ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. മറ്റന്നാൾ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
കണ്ണൂർ കേളകത്ത് നാട്ടിലിറങ്ങിയ പുലി കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. വെണ്ടക്കും ചാലിലാണ് പുലി കൂട്ടിലായത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 4 ആടുകളെ പുലി കൊന്നിരുന്നു. സംസ്ഥാനത്ത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതോടെ സ്വകാര്യ ബസ് വ്യവസായ മേഖല പ്രതിസന്ധിയിൽ. താമസിയാതെ ബസ്സുകൾ ഓട്ടം നിർത്തിവെക്കേണ്ടി വരുമെന്ന് ഉടമകളും ജീവനക്കാരും പറയുകയാണ്. സ്ത്രീ യാത്രക്കാർ മുഴുവനായും സൗജന്യ യാത്രയ്ക്കായി KSRTC ബസ്സിനെ ആശ്രയിക്കാൻ തുടങ്ങിയതോടെയാണ് സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധിയിലായത്. നിലവിലെ പ്രതിസന്ധി മറികടക്കാൻ 3 നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിച്ച് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ബസ് ഉടമകൾ. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യം ഏർപ്പെടുത്തുന്നതോടുകൂടി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് സ്വകാര്യ ബസ് വ്യവസായം. എന്തായാലും സ്വകാര്യ ബസ് ഉടമകൾ തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. എന്താണ് നിലവിലെ ഒരു സാഹചര്യം? നിലവിലെ സാഹചര്യം ബസ് ഓടിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ട്. ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ സർവീസ് നടത്താൻ തുടങ്ങിയ മുതൽ സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാരില്ലാത്തൊരവസ്ഥയാണിത്. 70% സ്ത്രീകളായിരുന്നു ബസ്സിൽ യാത്രക്കാർ. ഇപ്പോൾ അവരില്ല. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ സർവീസ് നടത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം 8 രൂപയോളം ഡീസൽ ചാർജ് വർദ്ധിച്ചു. ഡീസലിൻ്റെ പൈസ അടക്കാൻ പോലും കിട്ടാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ജൂൺ 30 വരെ ടാക്സ് അടിച്ചിട്ടുണ്ട്. ജൂലൈ 1 മുതൽ ടാക്സ് അടക്കേണ്ടതാണ്. പക്ഷേ അടക്കാനുള്ള പൈസ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. മൈനസ് ബാലൻസിലാണ് പോകുന്നത്. തൊഴിലാളികൾക്ക് പോലും കൃത്യമായ ശമ്പളം കൊടുക്കാൻ പറ്റുന്നില്ല. ബസ്സിൻ്റെ ഒരു വ്യവസ്ഥ തൊഴിലാളികൾ ശമ്പളം എടുത്തിട്ടാണ് തരുന്നത്. അവർക്ക് പോലും ശമ്പളം കിട്ടുന്നില്ല. ആ കണ്ടീഷൻ അനുസരിച്ച് ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്താൻ പറ്റുന്നില്ല. മിക്കവാറും ഈ ജൂൺ 30 കഴിഞ്ഞാൽ സ്വകാര്യ ബസ്സുകൾ മിക്ക ബസ്സുകളും സ്റ്റോപ്പേജ് കൊടുത്ത് നിർത്തും. ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. സമരം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ തനിയെ ബസ് നിന്ന് പോകുന്ന അവസരത്തിലേക്കാണ് ഇമ്പോ കാസർഗോഡ് എത്തിയിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം ഇതേ വിഷയമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ ബസ് നിന്നു പോകും. 2-3 പ്രൊപ്പോസൽ സർക്കാരിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരെണ്ണമെന്ന് പറയുന്നത് KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പോലെ പ്രൈവറ്റ് ബസ്സിലും അതേ രീതി നടപ്പിലാക്കണമെന്നാണ്. 0 ടിക്കറ്റ്. അപ്പോൾ 0 ടിക്കറ്റ് നടപ്പിലാക്കുമ്പോൾ എത്ര പൈസയാണോ നമ്മൾ ടിക്കറ്റ് മുറിയുന്നത് ടിക്കറ്റ് മെഷീനിൽ, ആ പൈസ സ്വകാര്യ ബസ് ഉടമകൾ കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവണം. അങ്ങനെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു ഏരിയയിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അതിൻ്റെ സൗജന്യം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ ടിക്കറ്റ് സംവിധാനം സ്വകാര്യ ബസ്സുകളിൽ നടപ്പിലാക്കണമെന്നുള്ളത് ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഡീസലിന് പകുതി റേറ്റും അതുപോലെ ടാക്സും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുള്ള സംവിധാനം ചെയ്യണം. അല്ലെങ്കിൽ മൂന്നാമത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് സർക്കാർ തന്നെ ബസ് ഏറ്റെടുക്കുക. സർക്കാർ ബസ് ഏറ്റെടുത്തിട്ട് ബസ് എത്ര കിലോമീറ്ററാണ് ഓടുന്നത് അതിനനുസരിച്ച് 55 രൂപ വെച്ചിട്ട് എടുക്കുക. 250 കിലോമീറ്റർ ഓടുന്നവർക്ക് 11,000 രൂപ കൊടുക്കേണ്ടി വരും. 250 കിലോമീറ്റർ ഓടുന്നവർക്ക് 13,000 രൂപ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഉടമകൾക്ക് കൊടുത്താൽ മതി. കളക്ഷൻ മുഴുവൻ സർക്കാരിന് ഏറ്റെടുത്തോട്ടെ. അല്ലെങ്കിൽ ഈ സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ച് ഒരുപാട് പേരാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവരുടെ പ്രശ്നങ്ങൾ കാണാതിരിക്കരുത്. പ്രത്യേകിച്ച് VD സതീശൻ ബജറ്റിൽ ഇവർക്ക് സാമ്പത്തികമായ സഹായം ഉണ്ടാകുമെന്ന് ഇവർ പ്രതീക്ഷിച്ചു. പക്ഷേ നിരാശയാണ് ഫലം. ഇപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം അത് സ്ത്രീകൾക്കും കൂടെ ഗുണം ചെയ്യുന്ന ആ ഒരു ആശയമാണ്. അത് സർക്കാർ നടപ്പിലാക്കണം. അതല്ലെങ്കിൽ ഡീസലിന് വില കുറച്ചുകൊണ്ടുള്ള സബ്സിഡി ഏർപ്പെടുത്തണമെന്ന് തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഈ വ്യവസായം എന്നേക്കുമായി ഇല്ലാതാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇതിൽ അടിയന്തരമായ ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. നൂറ്റാണ്ടിന്റെ ചരിത്രം പേറിയ വാടനാക്കുറുശ്ശേരി റെയിൽവേ ഗേറ്റ് എന്നേക്കുമായി അടച്ചു. പുതുതായി നിർമ്മിച്ച മേൽപ്പാലത്തിലൂടെ ഗതാഗതം ആരംഭിച്ചതോടെയാണ് ഒരു നാടിന്റെ ചരിത്രത്തിൽ ഇടം നേടിയ റെയിൽവേ ഗേറ്റ് അടച്ചത്. വൈകാതെ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രില്ല് സ്ഥാപിക്കും. ഇതോടെ ഏറെ തിക്കും തിരക്കുമുണ്ടായിരുന്ന ഒരു പ്രദേശം ഓർമ്മയാകും. പതിറ്റാണ്ടുകളുടെ കഥകൾ പറയാനുണ്ടാകും വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റിന്. കാലങ്ങളായി വാർത്തകളിലും മറ്റും നിറഞ്ഞു നിന്ന വാടാനംകുറിശ്ശി റെയിൽവേ ഗേറ്റ് ഇനി ഓർമ്മ മാത്രം. പുതിയതായി നിർമ്മിച്ച റെയിൽവേ മേൽപ്പാലത്തിലൂടെ വാഹനങ്ങൾ സുഗമമായി കടന്നുപോകാൻ തുടങ്ങിയതോടെയാണ് ഗേറ്റ് അടച്ചുപൂട്ടിയത്. ഗേറ്റ് താഴ്ത്തിയിട്ട് ഇരുഭാഗത്തും കോൺക്രീറ്റ് തൂണുകളും കരിങ്കല്ലുകളും കൊണ്ട് വാഹനങ്ങൾ കടന്നുപോകുന്നതിന് തടസ്സമേർപ്പെടുത്തി. വരും ദിവസങ്ങളിൽ ഗേറ്റ് എടുത്തുമാറ്റി ഇവിടെ ഗ്രില്ല് സ്ഥാപിക്കാനാണ് റെയിൽവേയുടെ നീക്കം. പൊതുജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ റെയിൽവേക്കാർ അവരുടേതായിട്ടുള്ള നിയമ നടപടി എടുക്കാതിരിക്കില്ലല്ലോ. അവർക്ക് അവരുടേതായ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ റെയിൽ. പൊതുജനങ്ങൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് ചെയ്തത്. ചെയ്യേണ്ട കാലഘട്ടം വളരെ ദീർഘിച്ചു പോയി. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ജനങ്ങൾക്ക്. ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടെങ്കിലും നിലവിൽ പാലം യാഥാർത്ഥ്യമായി. പാലം തുറക്കുന്നതിന് മുന്ന് ദിവസവും 16 തവണയോളം ഗേറ്റ് അടവുണ്ടായിരുന്നു. ആംബുലൻസ് അടക്കം കുടുങ്ങിക്കിടക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗേറ്റ് അടവിന് മുൻപായി കടന്നുപോകാൻ സ്വകാര്യ ബസ്സുകാരുടെയും യാത്രക്കാരുടെയും ശ്രമങ്ങൾ പതിവ് കാഴ്ചയുമായിരുന്നു. പ്രതിസന്ധികളും വിഷമങ്ങളും ഉണ്ടെങ്കിലും ഇപ്പോൾ സുഖമായി സഞ്ചരിക്കാൻ പാലം വന്നതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. ന്യൂസ് 18 പാലക്കാട്.
മലപ്പുറം ചങ്ങരംകുളത്ത് കിടപ്പമുറിക്കുള്ളിൽ ചാർജ് ചെയ്യാൻ വെച്ച ലാപ്ടോപ്പിന് തീപിടിച്ച് കട്ടിലും ബെഡും ഫാനും കത്തിനശിച്ചു. എറവറാം കുന്നത്ത് ഷൗക്കത്തിന്റെ വീട്ടിലാണ് സംഭവം. അലമാരയ്ക്കും വീടിന്റെ ചുവരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. ചങ്ങരംകുളത്ത് കഴിഞ്ഞ ദിവസമാണ് സംഭവം. മോട്ടോർ ഉപയോഗിച്ച് വെള്ളം ചീറ്റി തീയണച്ചെങ്കിലും അതിനുള്ളിൽ തന്നെ മുറിയിലുണ്ടായിരുന്ന സകല ഉപകരണങ്ങളും നശിച്ചു. മൂവാറ്റുപുഴ മേഖലയിൽ പെയ്ത കനത്ത മഴയിൽ കല്ലൂർക്കാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ കെട്ടിടത്തിൽ വെള്ളക്കെട്ട്. സ്റ്റേഷൻ വളപ്പിലും ഓഫീസിനകത്തും ഒരുപോലെ വെള്ളം ഉയർന്നു. സ്റ്റേഷൻ മുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഫയർ എഞ്ചിനുകൾ, ആംബുലൻസ്, ഉദ്യോഗസ്ഥരുടെ ഇരുചക്ര വാഹനങ്ങൾ ഇവയെല്ലാം പകുതിയോളം വെള്ളത്തിൽ മുങ്ങി. കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഉപകരണങ്ങൾക്കും ഫർണിച്ചറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കൂടാതെ സർക്കാർ ഫയലുകളും ഔദ്യോഗിക രേഖകളും വെള്ളം കയറി നശിച്ചുവെന്നാണ് വിവരം. പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കൃത്യമായി നടത്തിയില്ല എന്നാണ് ആരോപണം. നിർദ്ദിഷ്ട ആലുവ കോതമംഗലം റോഡിന്റെ അലൈൻമെന്റ് അശാസ്ത്രീയവും പ്രായോഗികമല്ലാത്തതുമാണ് ചൂണ്ടിക്കാട്ടി ഭൂവുടമകൾ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച രംഗത്ത്. അശാസ്ത്രീയതകൾ പരിഹരിച്ച ശേഷമേ റോഡ് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകൂവെന്നും ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് അർഹമായ നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ സുതാര്യത പാലിക്കണമെന്നും ഭൂവുടമകളും വ്യാപാരികളും ആവശ്യപ്പെടുന്നു. ആലുവ മൂന്നാർ റോഡിന്റെ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീടുകൾ ഇതിൽ നഷ്ടപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വൈഡനിങ്ങുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബൈപ്പാസ് തങ്ങളത്ത് നിന്ന് മലയങ്കിലേക്ക് വരുന്ന ഭാഗത്ത് വെച്ച് ബ്ലൂ മൂൺ ഓഡിറ്റോറിയം കഴിയുമ്പോൾ നേരെ ഒരു പുതിയ നിർമ്മാണ പ്രവൃത്തിയുണ്ട്. അവിടെ ഏതാണ്ട് 6ഓളം വീടുകൾ ഇപ്പോൾ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ശരിക്കും അതിന് തിട്ടുപിറയിലൂടെ പോവുകയാണെങ്കിൽ വേക്കൻ ലാൻഡ് ഉണ്ട്. അതിലൂടെ ഈ ബൈപ്പാസ് കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും 6 വീടുകൾ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏരിയൽ സർവേയുടെ ഭാഗമായി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള ഈ അലൈൻമെന്റ് തീർച്ചയായിട്ടും ഒരു ജനവിരുദ്ധ ഒട്ടേറെ പേർക്ക് കഷ്ടത ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതിനെ ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. അത് ഞങ്ങളുടെ ആവശ്യം പരിഗണിക്കണമെന്ന് പറഞ്ഞെങ്കിലും നാളിതുവരെ അതിനെപ്പറ്റി ഒരു നടപടി ഉണ്ടായതായി ഞങ്ങൾക്ക് അറിവില്ല. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ഈ ബൈപ്പാസ് കുറച്ചുകൂടി വീതി കൂട്ടി പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ കോതമംഗലത്തും മറ്റ് റിംഗ് റോഡുകൾ ഉൾപ്പെടെ എല്ലാം പ്രാവർത്തികമാകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു പുതിയ റോഡ് വേണമെന്ന് തന്നെയില്ല. ഉള്ള ആ ബൈപ്പാസ് വീതി കൂട്ടി പോയാൽ പോലും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഒരു ആവശ്യം വളരെ നല്ല രീതിയിൽ നടപ്പാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞാൻ മാർലി ബേക്കറി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഈ ബൈപ്പാസ് വരുന്നത് വഴി ഞങ്ങളുടെ സൈഡിൽ ഞാൻ വാടകയ്ക്ക് ഇരിക്കുന്ന എൻ്റെ ബേക്കറിയുടെ 3 ഷട്ടർ ഫുള്ളായിട്ട് പോകും. ആ ബൈപ്പാസ് വരുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ടാൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഫ്രണ്ട് ഒഴിവാക്കി തരാൻ സാധിക്കും. അങ്ങനെ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാർക്കിങ് എന്നുള്ള സൗകര്യങ്ങളില്ല. കോമ്പൻസേഷൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കോമ്പൻസേഷൻ തരുന്ന കാര്യം ചോദിച്ചപ്പോൾ അതിന് ഒരു മറുപടിയും പറഞ്ഞില്ല. എത്ര കിട്ടുമെന്നോ നാഷണൽ ഹൈവേയുടെ റോഡ് എടുത്തു പോകുന്ന പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വളരെ ചെറിയ തുകയാണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ആലുവ മൂന്നാർ റോഡിൻ്റെ ഇപ്പോഴത്തെ ഈ അലൈൻമെൻറ്റ് അശാസ്ത്രീയമാണ്. ഇവിടുത്തെ 100 കണക്കിന് കച്ചവടക്കാർ വലിയ പ്രതിസന്ധിയിലാണ് വരുന്നത്. ലക്ഷക്കണക്കിന് രൂപ ലോണെടുത്തൊക്കെ നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ പൊളിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുമാത്രമല്ല എത്ര കാലം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നറിയില്ല. വലിയ പ്രതിസന്ധിയിലാണ്. അതുപോലെ ഇതിൻ്റെ ഫെയർ വാല്യൂ ഞങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ എങ്കിലും കിട്ടുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അല്ലാതെ എല്ലാം ഹൈഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴൊന്നും വ്യക്തമായൊരു മറുപടി നമുക്ക് തരാൻ കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള യോഗത്തിൽ അവരോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുള്ളതാണ് വളരെ ഖേദകരം. ഇതുമായി ബന്ധപ്പെട്ട് കിഫ്ബിയുടെയും KRFBയുടെയൊക്കെ തിരുവനന്തപുരത്തുള്ള ഓഫീസുകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി പലവട്ടം ഇതിൻ്റെ അശാസ്ത്രീയമായ അലൈൻമെൻറ്റ് പരിഹരിക്കണം. ഇവിടെ ഈ റോഡ് വികസനത്തിന് ഞങ്ങൾ എതിരല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് ഇവിടെ ഈ ആലുവ മൂന്നാർ വികസിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനൊരു തർക്കമില്ല. പക്ഷെ അതിൽ കുറേ അപാകതകളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ഈ ആക്ഷൻ കൗൺസിൽ ആഗ്രഹിക്കുന്നത്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലോക ഫുട്ബോൾ വാർത്തകളുമായി എൽദോ പോൾ ചേരും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.